ഹായ് ഹായ് പല്ല് തേക്കുന്നു അത്ര സത്യം 10 മണിക്ക് പല്ലേക്ക് നമ്മൾ ചിൽ വൈബ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. റിസോർട്ടിലാണ്. റിസോർട്ടിൽ ഡേ 3 നമ്മളിനി അടുത്ത് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വാട്ടർ തീം പാർക്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ ഇതിപ്പോൾ വേറെ ഏതോ കോളേജ് ടീംസാണ്. അപ്പോൾ ഒരു പോയി കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ വന്ന് കയറി ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആവുന്നു പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പ്രോപ്പറായിട്ട് റൂമിന് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ട്. എന്തായാലും കുഴപ്പമില്ല, ആവും എന്താന്ന് വെച്ചാൽ ആൾക്കാർ ഈ കാണുന്ന സാധനത്തിൻ്റെ അകത്തൊരു പ്ലഗിങ് കീ ഇല്ലാത്തതുകൊണ്ട് കറണ്ട് കിട്ടുന്നില്ല. അപ്പം അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഇവിടെ ഉണ്ടാവോ ഇല്ല, അത് വേറെ എന്തോ. ബട്ട് എല്ലാവരും ചാർജ് കുത്തിയിട്ട് വെച്ചാൽ കറക്റ്റ് കുത്തിയിട്ട് വെച്ചാൽ എപ്പോൾ ഇലക്ട്രിസിറ്റി വരുന്ന അപ്പം ചാർജ് കയറുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉറങ്ങിയോ? എല്ലാവർക്കും ഉറങ്ങിയില്ലേ? എല്ലാവർക്കും ഉറങ്ങി. പക്ഷേ നമ്മളുടെ സ്വന്തം ഷെബി ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള സാധനമായി വരുന്ന ഇനി ഒരു മാസിലൊരു ക്ലിക്ക് ഉണ്ട്. മാസിൽ ക്ലിക്ക് അത് കണ്ടാൽ ഷെബിന്റെ ഓറ കയറിയതൊക്കെതാ. ഷെബിന്റെ ഓറ കയറി എല്ലാത്തിനും ചാർജിങ്ങിലും മനസ്സിലാവുന്നുണ്ട്. ഷെബി അസിം പിന്നെ വൈശാഖ് പിന്നെ ചോട്ട് വൈശാഖിനെ ഫുള്ള് ചില്ലാണ്. നമ്മളിവിടെ ഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ്. ഓരോരുത്തർ ഫ്രഷ് ആവുന്നുണ്ട്. എല്ലാ ബാത്റൂമും ഹെവിയാ. അപ്പൊ പിന്നെ നമ്മൾ ഫ്രഷ് ചെയ്യാനുള്ള ടൈമില്ല. റിസോർട്ട് മൊത്തം കറങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിനുള്ള ടൈം ഉണ്ടാണ്. നമ്മളിങ്ങനെ മെല്ലെ. നിങ്ങൾ കോളേജാ? എറണാകുളം PK6 കോളേജ്. എറണാകുളം PK6 കോളേജിലെ ആൾക്കാരാണ് ഇത്. ഒരായി എടുക്കും. ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ഏതാ ഡിഗ്രിയാ? ഫാർമസിസ്റ്റ്. അപ്പൊ 4 കൊല്ലം പഠിക്കണം. ലാസ്റ്റ് അല്ലേ? ഇനി എത്ര ദിവസം ഇവിടെ? നിങ്ങളെ സൗണ്ട് കേൾക്കൂല, കുറച്ച് അടുത്തുനിന്ന്. ഇല്ലല്ല, ഷിവറിങ് ചെയ്യാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വ്ളോഗ് എന്താണ് ഇപ്പൊ ഇതിലുള്ളത്. ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ എല്ലാരും ഓടിപ്പോണം. എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് 10 ആൾക്കാരൊക്കെ. അപ്പോ ലാസ്റ്റ് നിങ്ങൾ കരിയുമുള്ള ചാൻസ് ഉള്ള ട്രിപ്പാണ്. എന്താണ് ഇതുവരെ ട്രിപ്പിന് പറ്റിയുള്ള അഭിപ്രായം? ട്രിപ്പ് നല്ലതായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് പോയത് വാഗമണ്ണും കൊടൈക്കനാലും ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഫൈനൽ ട്രിപ്പാണ്. എപ്പോഴും ഏറ്റവും കൂടുതൽ പോണത്. അയ്യോ, അതിന്റെ നോട്ടം വാഗമണ്ണും കൊടൈക്കനാലും. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമായത് ഇവിടെയാണ്. ഇവര് രണ്ടുപേരും കഴിഞ്ഞ ട്രിപ്പിൽ ഉണ്ടായില്ല. അപ്പൊ ഇവര് രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ട്രിപ്പ് നല്ല കുറച്ചുകൂടി വാല്യൂ കൂടിയില്ലേ? സ്ഥലത്തേക്കാളും ആൾക്കാരാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ വരുമ്പോ കുറച്ചുകൂടി ട്രിപ്പ് കുറച്ചുകൂടി സെറ്റ് ആവുമല്ലോ. അതത്രേ ഉള്ളൂ. ഇവിടെ ഫ്രണ്ട്സ് ഇത് അവിടെ ഉണ്ട്. ഫ്രണ്ട്സ് മടിച്ച് അവിടെ അങ്ങനെ നിൽക്കാണ്. ക്യാമറ എന്ന് പറയുമ്പോ ഓടാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പേരെന്താ? എന്റെ പേര് എൽസ. സനുമോൾ. ആഷ്ലി. അഞ്ചന നമ്പർ നോക്കിക്കോ. ക്യാമറ എന്റെ താത്തന്റെ പേര്. ഈ കോളേജിലത്തെ മിസ്സാണ്. പേരൊന്ന് പറയാം. ജിഗില. അടിപൊളി, നൈസ് നെയിമാണ്. ജിഗില മിസ് ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? കെമിസ്ട്രി ആൻഡ് അനാലിസിസ്. മിസ്സിന്റെ ക്ലാസ് എങ്ങനെയാണുള്ളത്? അതെ, ഞാൻ സ്റ്റുഡന്റ് ആണെന്നാ വിചാരിച്ചേ. ഞാൻ പിന്നെ ഷൈയുള്ള സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ച് മാറുന്നു. എന്തായാലും ഓക്കെ. ഹായ് മിസ്. മിസ്സിന്റെ പേരെന്താ? സബ്ജക്ട് ഏതാ? കെമിസ്ട്രി. അപ്പൊ എന്തായാലും ഉഷാറാക്കി നിങ്ങള്. ഓക്കെ, അടിച്ചു പൊളിക്ക്. കരയാൻ പറ്റുമെങ്കിൽ കരി. അപ്പൊ പിന്നെ അങ്ങനെയാണല്ലോ വാല്യൂ ആവുക. ബൈ ഗൈസ്. ഇത് എന്റെ പേരാ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ചോദിച്ചിട്ടുമില്ല. റൂമൈസ് ചാനലിനെ പറഞ്ഞെടുത്തിട്ട്. അപ്പൊ എന്തായാലും നമ്മളിനി ഫുഡ് ഒന്ന് കാണിച്ചു കൊടുത്താലോ അവർക്ക്. നമ്മളെ ശങ്കർ ഭായ് ഉണ്ട് ഇവിടെ. ശങ്കർ ഭായ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. ഫുഡ് കഴിച്ചില്ല. ഫുഡ് എങ്ങനെ ഉണ്ട്? ഫുഡിനെ പറ്റി 2 റിവ്യൂ പറയും. നല്ല ഫുഡ്. എന്താ പങ്കെടുത്ത് ഒക്കെ ട്രൈ ചെയ്ത്. ഓക്കെ ഫുഡ്. അവിടെ ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസി ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആത്മീകളെ ഫോട്ടോസ് എടുക്കരുത് എന്നതാണ്. ആത്മീൻ്റെ ഫോട്ടോസ് എടുക്കില്ല. ഫുഡിന്റെ പേര് പറഞ്ഞത് വാട്ട് ഇസ് ദിസ്? പൂവ. ഇതെന്താ ചട്നി? കോക്കോനട്ട് ചട്നി. ഓക്കെ. ബാക്കിയുള്ള പിന്നെന്താന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഫുഡൊക്കെ തന്നെ അല്ലേ. ബ്രെഡും ജാമും പിന്നെ പൂരിയും പിന്നെ കറിയും പിന്നെ അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. ഡിസ്റ്റർബ് ചെയ്ത് കൊളാക്കി ഇതാക്കണ്ട. നമ്മളാളിതവിടെ
നമ്മളെ ബസ്സിനാണ് അത്രേ ഉള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഡ്രൈവറാണ്. ഡ്രൈവർ മാത്രമൊന്നുമല്ല, നമ്മളെ സ്വന്തം മറ്റേ ആ പാട്ട് ഈ പാട്ട് ഇട്ടിരുന്നു, പണമുള്ള പൂവി നിൻമുടിയിൽ ചൊടി മണിക്കുട്ടി നീ, ആ പാട്ട് ഇട്ടിരുന്നു. ഗണേഷ് കിധർ സെ ബാംഗ്ലൂർ. എന്നാ ഫുഡ് കഴിക്കല്ലേ? അപ്പൊ ഇന്ന് ഫുഡ് കഴിച്ചൊക്കെ എൻജോയ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് പറയണം. ഫുഡ് കൈസെ ഹെ മേനെ ബോലോ. ഓക്കെ, മേ വീഡിയോ മേ പറയാം. അച്ഛാ അച്ഛൻ അച്ഛാ പറയാം. ഓക്കെ, ശരി, ബൈ. പണി നടന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ട്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പണി ഇപ്പോഴും കഴിഞ്ഞില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. നമുക്കിപ്പോൾ ഇവിടെ 2 പേഴ്സൺസിന് പറ്റി, എൻ്റെ ചെരുപ്പ് പോയല്ലോ, 2 പേഴ്സൺസിന് പറ്റിയ ടൈപ്പിലുള്ള ക്യാമ്പ് ഫയർ ഉണ്ട്. 2 പേഴ്സൺസിന് പറ്റിയ ക്യാമ്പ് ഫയർ ഉണ്ട്. ഒരു 10-50-60 ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ 10-50-60 ആൾക്കാർക്ക് പറ്റിയ രീതിയിലുള്ള മീഡിയമിൽ നമ്മൾ സംഗതി ചെയ്യണ്ടേ. അപ്പോൾ അവിടെ ഒന്നും ഇവിടെ ഒന്നും, അങ്ങനെ 2 എണ്ണം. പിന്നെ ഒരു വലിയ ഓഡിറ്റോറിയം പോലെ, ഓഡിറ്റോറിയം അല്ലേ, സ്റ്റേജ് അല്ലേ, സ്റ്റേജ് വരുന്നുണ്ട് ഇവിടെ. ഹിന്ദിനെ മാലും, ഹിന്ദി മാലും. No, I was just asking. I'm just taking a vlog by the way. What's your name by the way? I'll get and just taking some vlog. And what is the games here? In the resorts or? In the resort. In the resorts you can play indoor games like carom, Carom is there, okay. Yeah, TT is there, TT okay. is And and later on archery is there, right? Yeah, നമ്മളെ ചെക്കന്മാരിതാ ആർച്ചറി കളിക്കാൻ പോവാ. How much resort in Gandali? there are plenty of resorts in the Like Gandhi. how much? Like so near about 200 to 300. 200-300 resort are there. in the അതിലൊരു റിസോർട്ട് നമ്മൾ കണ്ട, അതിന്റെ അഭിപ്രായം നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള നമുക്കറിയില്ല. That much people are coming here. Yeah, of course. For that In the summer season, it will be a very tough to get rooms here. Yeah. So we should pre-book. Yeah. Pre-book early and save our rooms. Yeah, okay. Anyway, nice meeting you. I can give you a shake hand because ആയിക്കോട്ടെ. നമ്മളുടെ സ്വന്തം CP ഇതാ സൈഡ് ബാക്ക് മിട്ട് ഫുട്ബോൾ കളിക്കുന്നു. ഹായ് ഹലോ ഹാപ്പി ബർത്ത്ഡേ. കുളിച്ച്. അപ്പോ നമ്മളിവിടെ ആർച്ചറിന്റെ പരിപാടിയാ. ആർച്ചറി പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ആർക്കെ റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതിന്റെ റിസപ്ഷൻ ഏരിയ ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെന്താ, റെസിന്റെ ഫിറ്റ് ഒക്കെ റെസിനെ വന്ന് റെഡി ആയല്ലോ. ഡ്രസ് ഉണ്ടല്ലോ. എല്ലാരും ഞാൻ കുളിച്ചില്ലടാ. എല്ലാരും അവിടെ ഫുള്ള് തിരക്കല്ലേ, റൂമ് കാലിയായോ. എന്നാ പിന്നെ ഞാനെന്നാ കുളിക്കണം, എനിക്ക് കുളിക്കണം. പിന്നെ അല്ല എടുക്കല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ ചടപ്പാണ് ചിലത് വീഡിയോ എടുക്കുമ്പോ. എല്ലാരും ഒരുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു സാനിധ്യം അങ്ങനെ ഒരു ചടപ്പില്ല. അപ്പൊ സാനി റിസോർട്ട് എങ്ങനെ? റിസോർട്ട് അടിപൊളിയാണ്. നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ആയി വന്നില്ല. നമ്മളിപ്പോ നമ്മള് റിഫ്രഷ് ആയിട്ട് ഇനി പോയി ഡാൻഡലിൽ പോയി വന്നിട്ടാണല്ലോ ബാക്കി ശരിക്കും അതിന്റെ ഒപ്പീനിയൻ കിട്ടാറ്. മിസ് പൗഡർ ഇട്ടല്ലോ. മിസ് എന്തോ ഇട്ടണല്ലോ. ഇല്ല, മിസ് ഒന്നും ഇട്ടില്ല എന്നാ പറയുന്നത്. പക്ഷെ മിസ്സിന് ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുള്ളൂ. മിസ് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഏതാ? ഗുഡ് ലുക്കി മാഷാ. നമ്മള് ചിത്തേട്ടെ ഹായ് ഉണ്ടാവുക. ഇവിടെ നിന്നാണ് റെയിൻ ഡാൻസ് ചെയ്യുക. അപ്പോൾ റെയിൻ ഡാൻസിന്റെ സ്ഥലം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാനിപ്പം ഡ്രസ്സ് മാറ്റി തരാം. ബാക്കി എല്ലാവരും ഡ്രസ്സ് മാറ്റി. അപ്പോൾ അതോടെ ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുള്ളത് ഇപ്പോൾ ബസ്സിന്റെ അകത്താണ്. സുഖം തന്നെയല്ലേ? ചായ എങ്ങനെയുണ്ട്? ഒരില്ലാത്ത ട്രിപ്പ് ഒരു അട്രാക്റ്റീവ് അല്ലേ? How are you? Hi. How are you? Fine. Very fine. Very much fine. Okay, awesome, beautiful.
Hip hip. Gum talakadi gula gula gula. Gum talakadi gula gula gula. അടിപൊളിയല്ലേ? റെഡി ആയില്ലേ? നമ്മളിപ്പോ ഇതാണ് ഏത് മൂട് വെച്ചേ മുതലായില്ലേ? ഇത് പിന്നൊക്കെ പനിയാ എന്ത് ആ വെള്ളം പിന്നെ കുടിക്കാൻ അറിയോ? പറയോ എന്താ പ്രശ്നം? അഥവാ മുങ്ങി ബ്രീത്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. മുപ്പര് ഇറങ്ങി വരുന്നോ പ്രൊഫഷണലാണ് ഒരാളെ അടിപൊളി. ശരിയേ എങ്ങനെ സൂപ്പർ ഫ്രണ്ടിൽ നല്ല എക്സ്പീരിയൻസ്. മൂക്കിനുള്ളിൽ കൂടെ പോയി. മന്നറൊന്നും പറയാനില്ല. മന്നർ സിപ്ലിങ് കയറാണ്ടായിട്ടോ ഒന്നും പറയില്ല. ഓക്കെ അതിന് അടുത്ത അഡ്വഞ്ചറാ. അർജുനൊക്കെ എന്റെ ക്ലാസ് അവിടെ പോയടാ. ക്ലാസ് പോയി നല്ല എക്സ്പീരിയൻസ് ആണ്. സത്യം ആ സാധനം വരുമ്പോ നമ്മളവിടുത്തെ നാട്ടിന്റെ അത് വേറെ കുളത്തരത്തെ ലെവല് മൂടാണ്. ഇത് വേറെ മൂടാണ്. ഓക്കെ അപ്പൊ മൊത്തത്തില് മുതലായിരിക്കും നമ്മളെ രോഹിത് ഭായ്. ഇതാണ് നമ്മളെ ഡ്രൈവർ. താങ്ക് യു ഭായ്. അടിപൊളിയേനി അടിപൊളിയേനി. കൂക്കലക്കലക്കൊല അതൊക്കെ കൊക്കക്കോള വിഷയൊക്കെ അടിപൊളി. അപ്പൊ ഓക്കെ ഭായ് ഇറ്റ് വാസ് റിയലി വർത്ത് ഗൈസ്. അടിപൊളിയേനി. സെറ്റ് എന്ന് പറഞ്ഞ സെറ്റപ്പ് സംഭവമായിരുന്നു. പിന്നെന്താ മൊത്തത്തില് ആ ഒരു വൈബ് ഉണ്ടേനി. കാരണം ചെക്കന്മാരെല്ലാവരും ഐഡി ഉണ്ടായതുകൊണ്ട്. പിന്നെ കയാക്കിങ്ങിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടേനി. ഞാൻ സിംഗിൾ ആയിട്ടും പോയി ഊതി തീരാൻ വേണ്ടിയിട്ട്. അപ്പം മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്നു. അടുത്ത റൂമിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ പോയൊക്കെ എൻ്റെ പാട് നോക്കാം. അസ്സലാമു അലൈക്കും. കിടക്കാം. പഞ്ച് കുസ്തിയല്ല നിക്കാഹാണ്. നല്ലോണം നോക്കിയിട്ട് എന്തിനാ എടുത്ത്. ഇനിയിപ്പൊ ഇതിലേതായാലും പോട്ടെ. തങ്ങളിലേക്ക് വരാം. കബിൽത്തു ഡബിൾ ടു കബിൽത്തു ഡബിൾ ടു. ആൾക്കാരാ സ്വന്തം 100% പ്രൊഫഷണൽ. ആദ്യം സാനിദിനെ തല്ലിയിട്ടു. സാനിദ് പിന്നെ റസീനെ തല്ലിട്ടു. റസീന് പിന്നെ ഫാഷൻ തല്ലിട്ടു. മാസിൽ പിന്നെ എല്ലാവരും തല്ലിട്ടു. താങ്കളെ തള്ളിയിടുമെന്ന് പേടിച്ച് ഭയന്ന് റൂമും കുറ്റിയിട്ട് ഇതാ ജനവാദികളുടെ സൂപ്പർവിഷൻ പോലെ നിൽക്കുന്നു 2-3 പേര്. ജയിൽ വാസം പിടിച്ച വഴി കറക്റ്റ് മൊത്തത്തിൽ പോയി ഗൈസ്. അയ്യോ പടച്ചോനെ എന്തിനിത് ചെയ്തു. എല്ലാവർക്കും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എന്തായാലും നമ്മളെ ഈ ഒരു ട്രിപ്പത്തെ മെയിൻ കോറായിട്ടുള്ള ക്യാമ്പ് ഫയർ എനിക്ക് മിസ്സായി. ഞാനിത് എന്തുകൊണ്ട് എനിക്കിത് പറ്റിയതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എൻ്റെ സൗണ്ട് പോയി കിടക്കുക. അപ്പം ഞാൻ അതും കൂടി ചെയ്ത് എന്താ പറയുക, എനിക്കത് പറയാനായിട്ടില്ല. കാരണം ഭയങ്കര ഒരു കോറ് സാധനം ഞാൻ മിസ് ചെയ്തപ്പോൾ. സമയം 2:17 ആണെങ്കിലും റൂമിൽ ഒരുത്തരം പോലും ഇല്ല. എല്ലാവരും താഴെയാണ്. അപ്പോൾ എനിക്കറിയാം സംതിങ് ഹെവി ഈസ് ഐ മിസ്ഡ്. പറയണമെന്ന് അറിയാലോ. അതുകൊണ്ട് എന്തായാലും ട്രൈപ്പോഡ് പിടിച്ചൊരു പോക്ക് പോവുക. ചെക്കന്മാരെല്ലാവരും അവിടെ താഴത്തെ റൂമിലാണ് പോയി സ്ട്രീമിങ്. അയ്യോ ഞാനുള്ളത് പറയാലോ. ഞാൻ സംഗതി നല്ല ഉറക്കുറങ്ങി. സംഭവിച്ചെന്ന് വെച്ചാല് ഈ 2 മണി വരെ ഒരു സംസാരിച്ചെന്നാ പറഞ്ഞിട്ട്. കയ്യിൽ ഇമോഷണലായി, ചിലരുടെ കയ്യിൽ കരഞ്ഞിക്കുന്ന പറഞ്ഞിട്ട്. ഗൈസ് അങ്ങനെ കറണ്ട് പോയിരിക്കുന്നു. സക്സസ്ഫുള്ളി കറണ്ട് പോയി. ഈ 3 മണിക്കിരുന്ന് വ്ളോഗ് എടുക്കാറുണ്ട് അങ്ങോട്ടല്ലേ. എനിക്കെന്താ പ്രശ്നം എന്താ പറയുക, മുന്നൊന്നും കാണില്ല. കാരണം ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ്, ഫ്രണ്ട് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ നടക്കേണ്ടി വരും. എനിവേ ഗൈസ് അതെല്ലാം നടന്നു നോക്കട്ടെ. എല്ലാം നടന്നിട്ട് ഞാൻ വിളിച്ചടാ, എന്റെ കോള് കിട്ടി കണ്ടില്ല ഗൈസ്.
പക്ഷെ അന്നോട് എല്ലാരും മിസ് ചെയ്ത് ഇപ്പൊ എല്ലാരും ഉറങ്ങിയതിന്റെ ശേഷം ഈ തിരിച്ചു വന്നു. ക്യാമ്പ് കണ്ടിനി അടിപൊളിയായി. ഇഷ്ടപ്പെട്ടോ? ഈ എവിടെയായിരുന്നു ക്യാമ്പ് ഫയറിന്? ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. ആൾക്കാർ ചോദിച്ചു വന്നല്ലോ. ചെവിന്റെ അകത്ത് എന്താ പാട്ടൊക്കെ കേട്ട് ഇമോഷണൽ ഫീൽ ഇങ്ങനെ നിൽക്കല് ഗൈസ്. എടങ്ങണ്ട് ക്യാമ്പ് അടിപൊളിയാണല്ലേ? സംസാരിച്ചു. ഞാൻ സംസാരിച്ചു എങ്ങനെയൊക്കെ വന്ന് കോളേജിലേക്ക് സംസാരിച്ചു. തുടക്ക കയറി മൊത്തം പറഞ്ഞില്ലേ? തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ പറഞ്ഞു. കബഡിയും ക്ലാസ്സത്തെ കാര്യവും. ഞാൻ ഫുഡ് കഴിച്ചിട്ടേ സൗണ്ടിനുള്ള ഇരട്ടി മധുരം കഴിക്കാൻ പോയതാ. അതൊരു പൊടിയാ. ആ പൊടി കഴിച്ചിട്ട് ഞാൻ നല്ല ബെഡ് ഉണ്ട്. ഞാൻ ഇങ്ങനെ എട്ടൊക്കെ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിപ്പോയി. ആരും വിളിക്കാനൊന്നുമില്ല. വിളിക്കാൻ വന്നുള്ളൂ. ആ ടോക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ വിളി എത്തിയില്ല. ഫഹദിന്റെ അൻ്റെ സിദാന്റെ ഒക്കെ മിസ് കോൾ എൻ്റെ ഉണ്ട്. അപ്പൊ അതാണ് പറ്റിപ്പോയത്. പക്ഷെ അത് വിട് പോയ കാര്യത്തെ പറ്റി കറക്റ്റ് കാര്യമില്ലല്ലോ. വിധാനം കണ്ടിനി പരിപാടി കുഴപ്പമില്ല, അടിപൊളി നല്ല പരിപാടി. അത് കുഴപ്പമില്ലാം കൂടാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ ഫിദാനെ ക്രാക്ക് ചെയ്യാൻ നല്ല പണിയാണ്. അല്ലടാ, ഞാൻ എന്തിനും നല്ലതിനും കുഴപ്പമില്ല പറയല്. പക്ഷെ ശരിക്കും എന്താന്ന് വെച്ചാല് ഞാനിത് തമാശ പറഞ്ഞല്ല, ഫിദാനെ ക്രാക്ക് ചെയ്യാൻ കുറച്ച് പഴയ കൈസ് അതൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി വ്യക്തമായിട്ട് ചോദിക്കാൻ പറ്റില്ല. എന്താ ചോദിച്ചാൽ എന്തിനാ ഏതാന്നൊന്നും പറയില്ലല്ലോ. പക്ഷെ നിങ്ങൾക്കായി ഫീൽ കിട്ടിയത് മാത്രമേ ചോദിച്ചു കിട്ടിയില്ല. ഇത് നല്ല ഫീൽ കിട്ടി. ഈ വർഗുകൾ കത്തിത്തീരാൻ വേണ്ടി കാത്തിരിക്കും. ഒരു ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്റ്റേറ്റ് കാര്യം. അപ്പോൾ അത് വീഡിയോ എടുക്കാത്തതിൽ അവൻ ലിറ്ററലി ഹാപ്പി ഓൺ ദാറ്റ് തിങ്. കാരണം അത് ഓരോ പ്രൈവസി ആയിട്ട് മാറിയതുകൊണ്ട് ഓർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. പിന്നെ കുഴപ്പമില്ല, ഓരോ അഭിപ്രായം ഒരു പറയണ്ടല്ലോ. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. പിന്നെന്താ എനിക്ക് പോയ വെച്ചാൽ എനിക്ക് പോയിക്കിന്. എനിവേ ബൈ ഗൈസ്. പിന്നെ അതൊക്കെ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഡു കമൻറ്റ് ഗൈസ് ഇഫ് യു ലൈക്ക്. ആൻഡ് വേറൊന്നുമില്ല.